ബൈക്കൊന്ന് വെച്ചോ. എവിടെ ഹരിപ്പാടാ? ഹരിപ്പാട് എവിടെ? ഓ എവിടെ പഠിക്കുന്നത്? ഇരിട്ടിയിലാണ്. ഇതിൻ്റെ അപ്പം എന്താണ് IAS പഠിക്കാൻ തന്നെയാണോ കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? എല്ലാവരും അങ്ങനെയാണ്. കുറച്ചൊന്ന് ബാക്കിലോട്ട് നമ്മളെ കൊണ്ടുവന്ന 2005 2000 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇതിവിടെ. ഇപ്പം ഇതിന് ചിലർക്ക് ഫ്രീ ടിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് IAS കോച്ചിങ്. അതുപോലെ കേരള ഹൗസിൽ അക്കോമഡേഷൻ ഇതൊക്കെ അന്ന് കാലത്ത് കൊടുക്കും. അന്ന് പലരും കളിയാക്കി എന്തിനാണ് തിരുവനന്തപുരത്ത് IAS അക്കാഡമി. പക്ഷേ ഇപ്പോൾ ഒരു നല്ല ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്താണ് പ്രൈവറ്റ് കൊടുത്തത്. പക്ഷേ ഒരു ഹബ്ബ് ഡൽഹി മോഡലായിരുന്നു. ഡൽഹി ഗവൺമെൻറ് എല്ലായിടത്തും ഇവിടെ തന്നെ PG താമസിക്കുന്നു. കോച്ചിങ്ങൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? നന്നായിട്ട് പോകണം. അത് കഴിഞ്ഞ് വെക്കാറുണ്ട്. അങ്ങനെ നീ എങ്ങനെയുണ്ട് കോച്ചിങ്ങൊക്കെ? ഷുവറാണ് ആയിരിക്കും IAS. പിന്നെ തീർച്ചയായിട്ടും അതല്ലേ ആ പ്രതീക്ഷകളല്ലേ. അതുകൊണ്ട് അതാണല്ലോ നമുക്ക് വിജയം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുട്ടികളുടെ ഒരു വലിയ എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് കിട്ടുക ജോലി. അവിടെ പലരും വിദേശത്ത് പോകുന്ന ട്രെൻഡിലേക്കാണ് കംപ്ലീറ്റ്. പക്ഷെ വിദേശത്ത് പോകുന്നവരെല്ലാവരും സക്സസ് ആവുന്നുണ്ടോ വെച്ചാൽ സക്സസ് ആവുന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നല്ല ക്വാളിറ്റേറ്റീവ് ജോബും കിട്ടും. ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അതാണ്. UDF ഒക്കെ വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ഒരു ലൈനേ മാറണം. പ്രത്യേകിച്ച് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട്. നമ്മളിപ്പം വിദേശങ്ങളിലൊക്കെ പോയാൽ അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലിയും ചെയ്യും. അപ്പോൾ അവരുടെ കരിയർ എഡ്യൂക്കേഷൻ കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല കരിയർ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് തന്നെ ഒരു സംവിധാനം അവർക്കുണ്ടാകും. നമ്മുടെ ഒരു രീതി ഇങ്ങനെ കൊണ്ടുപോയി പറ്റുന്നത്ര ആളെ പാസ്സാക്കി വിടുക. എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒരുപാട് വന്നു. ആ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പല കോളേജുകളിലും അഡ്മിഷൻ പൂർത്തിയാകുമ്പോൾ ആളില്ല. അപ്പോൾ അതിൻ്റെ ഒരു സിവിൽ സർവീസ് അക്കാഡമി പോലുള്ള ആശയം അന്ന് ഉദിച്ചപ്പോൾ ഇത് പലരും ചോദിച്ചിരുന്നു എന്തിനാണ് തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് അക്കാഡമി. പക്ഷേ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വി ആർ വെരി ഹാപ്പി. എല്ലാവരും കളക്ടർമാരായിട്ടും IAS ഓഫീസേഴ്സായിട്ടും IRS ഓഫീസേഴ്സായിട്ടൊക്കെ വരുമല്ലോ. നമ്മളെ കയ്യിലൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ വി ക്യാൻ അച്ചീവ് ഇറ്റ്. വെറുതെ കൊണ്ടോ ചോദിക്കാൻ. നമ്മളെ പേരെന്താ? എന്താണ് റിയലായിട്ട് വലിയ പ്രോബ്ലം വന്നിരിക്കുന്നത്? അതെ എനിക്കറിയാം. എന്താണ് അതിനകത്ത് ധാരണയില്ല. നമ്മളിപ്പോൾ കണ്ടതല്ലേ കേരള യൂണിവേഴ്സിറ്റി ChatGPT മാത്രം നോക്കിയിട്ട് സിലബസ് ഉണ്ടാക്കിയിട്ട് ഔട്ട് ഓഫ് സിലബസ് പലതും അവർ പഠിപ്പിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതിന് ആദ്യം വേണ്ടത് നല്ല ട്രെയിനിങ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം. ഒരു പുതിയ സ്കീം വരുമ്പോൾ ആ സ്കീം എന്താണെന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കണം, അധ്യാപകരെ മനസ്സിലാക്കിക്കണം. അതിനുള്ളതായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവണം. ഡയറക്ഷൻ ലെസ് ആയിട്ടാണ് പോകുന്നത് നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ. വേണം ചെയ്യോ? ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊരു ഡിസിഷൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നയം തയ്യാറാക്കുമ്പോൾ, പോളിസി തയ്യാറാക്കുമ്പോൾ അതൊരു ഫാർ റീച്ചിങ് അതിൻ്റെ ഇമ്പാക്ട്സ് മനസ്സിലാക്കിക്കൊണ്ടുള്ള പോളിസി ഉണ്ടാക്കിയില്ലേ കാര്യമുള്ളൂ.
നിർഭാഗ്യവശാൽ സെൻറ്ററിൻ്റെ കാര്യം തന്നെ അവർക്ക് ചില അജണ്ടകൾ മാത്രമേ ഉള്ളൂ. സിലബസിനകത്ത് അവർക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഒഴിവാക്കുക, അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ കുത്തിത്തീർക്കുക. ഇതൊക്കെ എഡ്യൂക്കേഷൻ മാറി. എഡ്യൂക്കേഷൻ അജണ്ട ബേസ്ഡ് ആക്കുന്ന ഒരു കാലം വന്നാൽ പിന്നെ എഡ്യൂക്കേഷൻ്റെ മെറിറ്റിലേക്ക് അത് പോവില്ല. വന്നിരിക്കുന്നൊരു പ്രോബ്ലം അതാണ്. നമുക്ക് ഇപ്പോഴത്തെ പോലെ കുട്ടികളാണെങ്കിൽ വളരെ നന്നായിട്ട് ഫ്രീ തിങ്ക് ചെയ്യാൻ അറിയുന്നവർ, വളരെ ടാലൻ്റുള്ള കുട്ടികൾ, അവർ ഇൻഡിവിജ്വലായിട്ട് ഓരോ എടുത്താലും ഏത് കാര്യത്തിനും മെച്ചപ്പെട്ടവർ. അവർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താൽ അവർക്ക് മിറാക്കിൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ ആ ഒരു നിലയിലോട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ള സങ്കടമാണ്. നമ്മൾ പല വേദികളും ചർച്ച ചെയ്യാറുണ്ട്, പാർലമെൻ്ററി കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ മാറും, മാറ്റണം. ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. ട്രിവാൻഡ്രത്ത് സ്റ്റുഡൻസ് ഇത്രയും വരുന്നതുകൊണ്ട് പഴയ സ്റ്റുഡൻറ് സെൻറ്റർ പോലും നമുക്ക് താമസിക്കാൻ എല്ലാവരും പ്രൈവറ്റായിട്ടൊക്കെ താമസിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും ആവശ്യമുള്ള തിരുവനന്തപുരത്തതാണ്. തിരുവനന്തപുരം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഇൻഡസ്ട്രി അല്ല ഉള്ളത്, ഇവിടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലല്ല. തിരുവനന്തപുരം നമ്മൾ ക്യാപിറ്റൽ ഉണ്ടാകുന്നത് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് മിക്കവാറും. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വന്നാൽ അവരെവിടെ താമസിക്കും? ആദ്യം ചിന്തിക്കേണ്ടത് അവർക്ക് വളരെ സേഫായിട്ടുള്ള എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്, വലിയ വിശാലമായ രീതി. പലരും പ്രൈവറ്റ് PGസിലൊക്കെയാണ് താമസിക്കുന്നത്. ഞാൻ വന്നിട്ടിപ്പോ 6 മാസത്തോളം ആവാനായി. ഇതുവരെ അതിന്റെ കാര്യത്തിൽ തീരുമാനിട്ടില്ല. അപ്ലൈ ചെയ്തിട്ട് 6 മാസത്തോളം. അതായത് 6 മാസമായിട്ടും ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന വാക്കൻസി. അപ്പോൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോസ്റ്റ് താമസിക്കും? വീട് വീടുകളിലാണ് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. 700 നല്ല റെന്റുമാണ്. ഫുഡ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇത് വരും. അങ്ങനെ എന്തെങ്കിലും സംവിധാനം കൊടുന്ന് പെൺകുട്ടികളാകുമ്പോൾ സ്റ്റേ കുറച്ചുകൂടി ഇതാകണമല്ലോ, അതാണ് അവർക്ക് മെയിൻ ഇഷ്യൂ. ആർക്കും രാഷ്ട്രീയക്കാരിയാവാൻ താല്പര്യമൊന്നുമില്ല, പൊളിറ്റിക്കൽ മന്ത്രിയാവാനും MLA ആവാനും താല്പര്യമൊന്നുമില്ല. ഇപ്പം ലോക്കൽ ബോഡീസിലുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. കേരളത്തിൽ ഇപ്പോൾ ഒരു 55% വിമനാണ്, സ്ത്രീകളാണ്. 50% റിസർവേഷൻ ഉള്ളെങ്കിലും പല ജനറൽ സീറ്റുകളിലേക്കും ജനറൽ സീറ്റിലെ ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ സ്ത്രീ മത്സരിച്ചാൽ മതി, മത്സരിച്ചാൽ മതി ഇത്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു റെവല്യൂഷൻ വരുന്നത്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങളെപ്പോലെ കുറേ ആളുകൾ ആ മേഖലയിലേക്കും വരണം, ടാലൻറ്റഡായിട്ടുള്ള. ഇതിപ്പം നമ്മൾ കുറേ ആളെ ആവശ്യപ്പെട്ടതാണ് അസംബ്ലിയിലും പാർലമെൻറ്റിലും റിസർവേഷൻ 33%. അതും ഡിലേ ചെയ്യുകയാണ് സെൻട്രൽ ഗവൺമെൻറ് പരമാവധി. പക്ഷേ എന്നാലും അത് വരേണ്ടി വരും. ഇപ്പോൾ നിയമം പാസ്സാക്കി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഭക്ഷണയുടെ പോരാട്ടം? അവളുടെ ഒരു കറേജിനെ ഞാൻ സല്യൂട്ട് ചെയ്തിരിക്കുകയാണ്. വോട്ടില്ലെങ്കിലും ഇതൊരു ഈവനിങ് ഹബ്ബായി. കുട്ടികളെല്ലാം വരുന്നത് ഇവിടെ. ഈ ഒരു ഈവനിങ് ഒരു ഫ്രണ്ട്ലി മോഡലാണ്. നിങ്ങൾക്ക് ഒത്തിരി ക്യാൻവാസ് ചെയ്യാൻ പറ്റും വൈഷ്ണയ്ക്ക് വേണ്ടിയും ഇടയ്ക്ക് എനിക്ക് വേണ്ടി അപ്പുറത്തെ. ശബരി നല്ല ഫ്യൂച്ചറിനെ കുറിച്ച്, യങ് ജനറേഷൻ്റെ സാധ്യതകളെക്കുറിച്ച് നന്നായിട്ട് ഐഡിയ ഉള്ള ഒരാളാണ്. ഞങ്ങളെന്തുകൊണ്ടാണ് ശബരി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലാവരും MLA ആയി മത്സരിച്ച് ജയിച്ച ആൾ, ഞാനിനി കോർപ്പറേഷൻ വാർഡിലേക്കൊന്നും മത്സരിക്കാനില്ല. പാർട്ടി പറയുന്നതിന് മുമ്പ് തന്നെ ശബരി ചിന്തിച്ച് എനിക്ക് താല്പര്യം വെച്ചാൽ പുള്ളിക്ക് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് ജനിച്ചു വളർന്ന നാടിതല്ലെങ്കിലും ശബരി ജനിച്ചതാണ്. ശബരി ഫാമിലി ജനിച്ചത് പല സ്ഥലങ്ങളിലുമാണ്. പക്ഷേ ഈ സിറ്റിയുടെ ഭാഗമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തും ശബരിക്ക് സിറ്റിയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുണ്ട്, കൺസെപ്റ്റുണ്ട്. അപ്പോൾ ഞങ്ങളിപ്രാവശ്യം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ഒരു കണ്ടെത്തിയത് കേവലം വെറും രാഷ്ട്രീയക്കാരെ മാത്രം നിർത്തിയാൽ പോരാ. ആ നാടിനെ ഡെവലപ്പ് ചെയ്യാനുള്ള, ആ നാടിൻ്റെ അഭിരുചികൾ മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു നല്ല നേതൃത്വം വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ശബരി സത്യത്തിൽ ഒരു മത്സരിക്കാൻ തയ്യാറായത്. MLA ആയിട്ട് മത്സരിച്ച് ജയിച്ച ആൾ ഇതിനെ വാർഡിൽ മത്സരിക്കുന്നത് ചോദിച്ചവർ പലരും ഉണ്ട്. പക്ഷെ അവിടെയാണ് ഞാൻ ശബരിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ഇപ്പോൾ നമ്മുടെ സംവിധാനം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ ഒരു UDFൻ്റെ സംവിധാനം പോകുന്നതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കാൻ പോണ് എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും മേന്മയുള്ളൊരു വിദ്യാഭ്യാസം കഴിഞ്ഞ് മേന്മയുള്ള ജോലിയും ജീവിത സൗകര്യം ഉറപ്പുവരുത്തുന്ന കാര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഒന്നാം പരിഗണന കൊടുക്കേണ്ട നാടായി കേരളം മാറിയിരിക്കുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോറിറ്റി ആരോഗ്യവും ഹെൽത്തും നമ്മൾ രണ്ടും മുന്നിലാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ രണ്ടും വെല്ലുവിളി നേടുകയാണ് ഗുരുതരമായിട്ടുള്ള. ഈ രണ്ട് മേഖലയും നന്നാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ ചോദിക്കുന്നത് സാറേ, പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ PG വിദ്യാർത്ഥിയാണ്.
SC കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാൻസ് ആ. സമയത്തിന് കിട്ടണില്ല. ആ. എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും നമ്മളൊരു 2-3 തവണ നമ്മൾ ഡയറക്റ്റ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഗ്രാൻസ് അതെന്താ നോർമലായിട്ട് കിട്ടേണ്ടതല്ലേ? കിട്ടേണ്ടതാണ്. പക്ഷേ ഇതുവരെയിപ്പോൾ ഞാനിവിടെ PGക്ക് ചേർന്നിട്ട് പോലും ഇത് പല കുട്ടികളും അങ്ങനെ പല കുട്ടികളും ആക്ഷേപം പറയുന്നുണ്ട് അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന. ഇപ്പോൾ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SC ST മൈനോറിറ്റി സ്കോളർഷിപ്പുകളൊക്കെ സമയത്തിന് കിട്ടാത്തൊരവസ്ഥ വരുന്നു. നമ്മൾ അഡ്മിഷൻ എടുത്ത് തന്നെ നമുക്ക് വലിയ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രാൻസ് കിട്ടും. എയ്ഡഡ് കോളേജിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻസ് കിട്ടും എന്നുള്ളൊരു 3500 രൂപയാണ് ഹോസ്റ്റൽ ഫീസും അല്ലാണ്ട് എക്സാം ഫീസും അടക്കം വരുന്നത്. അപ്പോഴത്തേനും നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ITDP ഓഫീസിൽ വിളിച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ പോലും എടുക്കണം. നിങ്ങൾ ST ഹോസ്റ്റലുണ്ടോ വിലപ്പെടുത്ത താമസിക്കുന്നത്? ഇപ്പോഴത്തെ ഡിഗ്രിയുടെ ഞാൻ കോട്ടയത്തായിരുന്നു ഡിഗ്രി ചെയ്തത്. അപ്പോൾ തേർഡ് ഇയറിൽ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പഠിച്ചിറങ്ങിയതിന് ശേഷം സെക്കൻഡ് ഇയറിൽ കുറേ തവണ നമ്മൾ ഡയറക്റ്റ് പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് ഗ്രാൻഡ് അവർ പാസ്സാക്കി വിട്ടത്. കുട്ടികളുടെ ഊരിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന ഗോത്രസാരതയുണ്ട്. അതിൻ്റെ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ജീപ്പ് പോകാറുണ്ട്. അവർ പേര് മാറ്റിയതേ ഉള്ളൂ. ആ കുട്ടിയോട് പലരും സ്കൂളിൽ വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. 6 മാസം അപ്പോൾ കുറച്ച് പേരൊക്കെ പഠിത്തം പോലും നിർത്തുന്ന ആ ഒരു ഘട്ടത്തിലോട്ട് അയ്യോ. ഫിനാൻഷ്യലി കുറച്ച് നമുക്ക് സമയത്തിന് കിട്ടാനില്ല. കിട്ടുന്ന SC പിള്ളേർക്ക് കിട്ടുന്ന അതേ സമയമല്ല ST പിള്ളേർക്ക് കിട്ടുന്നത്. അങ്ങനെ പല അപ്പോൾ നമ്മളിപ്പോൾ കോളേജിൽ നിന്ന് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ വെച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്. അപ്പോൾ എൻ്റെ സ്വയം ആ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് അവർ പറയും ഫീസ് അടയ്ക്കണം എന്ന് അവർ പറയും. നമ്മൾ പറയും ഈ ഗ്രാൻസ് കിട്ടിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്റ്റലിൽ നോക്കിക്കൊള്ളുന്നു. ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പരസ്പരമായിട്ടൊരു കണക്ഷനും ഇല്ല, കോർഡിനേഷനും ഇല്ല. അതെ. അവിടുത്തെ കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല, കിട്ടാത്തതിന് വലിയ ഇവിടെ ഹോസ്റ്റലിൽ നമ്മൾ ITDP വിളിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ കോളേജിൽ നമ്മൾ 5 ലക്ഷം രൂപ അതാണ് ഒരു മാക്സിമം നമ്മൾ ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ കോളേജിൽ നിന്നാണ് നമുക്കത് സോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കോളേജിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്കായിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്ത് അങ്ങനെ അതിന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ അതിനകത്ത്? അവർക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാൻ പറ്റുമോ? പിക്ക് ആൻഡ് ചൂസ് കൊടുക്കാൻ പറ്റുമോ? ഞാൻ സ്റ്റാഫിനെ പോയി കണ്ടപ്പോൾ ഈ ഗ്രാൻഡ് സെക്ഷനിൽ കണ്ടപ്പോൾ സ്റ്റാഫ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, നിങ്ങളെക്കാട്ടിലും മുമ്പ് പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികൾ ജോലി വരെ കിട്ടിയിട്ട് പോലും അവർക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലേ? ഈ ഗ്രാൻസ് കിട്ടിയിട്ടില്ല, അവർക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പഠിക്കുമ്പോഴല്ലേ ഇത് കിട്ടേണ്ടത്? എവിടെ അല്ലെ പഠിക്കുന്ന എവിടെയാണ്? ഇപ്പോൾ ഞാൻ PG ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലാണോ ഇപ്പോൾ അനുഭവം ഉണ്ടായതല്ല നേരത്തെ ഉണ്ടായത്? പോളയിൽ നമ്മളത് തേർഡ് ഇയറിൽ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞാൻ PGക്ക് ജോയിൻ ചെയ്തു. 2022-25 ഇതുവരെ കിട്ടിയിട്ടില്ല. PGക്ക് ജോയിൻ ചെയ്തിട്ട് പോലും കിട്ടിയിട്ടില്ല. തേർഡ് ഇയറിൽ കിട്ടിയിട്ടില്ല. നമ്മൾ കുറേ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴാണ് കുറച്ചായിട്ട് അവർ പൈസ അത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമായിട്ട് നമ്മൾ എടുക്കാം, അത് ടേക്കപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മുടെ കേരള സിവിൽ സർവീസ് അക്കാദമി, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി താരതമ്യേന കുറവാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ. അവിടുത്തെ ഫീ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു 3,000 വരുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതൊക്കെ ആയിരിക്കും. അത് പലരും എടുക്കാത്തതിൻ്റെ കാരണം ഭീമമായി നോക്കും ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കാരണം അത്ര ക്വാളിറ്റി എൻഷുർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ മീൻസ് ആ ക്വാളിറ്റി കൊണ്ട് ഉറപ്പ് വരുത്താനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ സാധാരണക്കാർ കുറച്ചുകൂടെ കുട്ടികൾക്കാണല്ലോ തീർച്ചയായിട്ടും. പിന്നെ ഫീ എന്നൊക്കെ വെച്ചാൽ ഏകദേശം 1 ലക്ഷത്തിന് മുകളിലൊക്കെ മീൻസ് ഇത് വരുന്ന ഭൂരിപക്ഷം പിള്ളേർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പിള്ളേരൊന്നും ആവില്ല ഇവിടെ വരുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടാവും പേരൻസ് അല്ല അയക്കുന്നത്. അപ്പോൾ അതിവർക്ക് പറ്റുന്നത് കേരള സിവിൽ അക്കാദമിക്കാണ് കുറഞ്ഞ പൈസക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അതുപോലെ ആശ്രയിക്കാത്തതിന് കാരണം അതിന് ക്വാളിറ്റി കുറവാണെന്നുള്ളതുകൊണ്ട് മീൻസ് ഒന്നാമത്തെ അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിലെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ മൈൻഡിൽ വരുന്ന കുട്ടികളെ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകില്ല. നല്ല ക്വാളിറ്റിയിലൂടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ക്ലാസ്സുകളും അല്ല, അതാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ഇൻഷുറൻസ് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ രീതിയിൽ ബുദ്ധിമുട്ടിയിട്ട് പിന്നെ പിള്ളേർ ഇങ്ങനത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ആശ്രയിക്കുന്നത്. അതാണ് ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്. ലീഗലായിട്ട് അത് എൻഷുർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇഷ്ടംപോലെ കൂണുപോലെ മുളച്ചു വരാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നവരും. ഗവൺമെന്റിന് സ്ട്രെങ്തൻ ചെയ്ത ഇവിടുത്തെ അത് നമുക്കത് സ്ട്രീം ലൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഒരു ഫോട്ടോ എടുക്കുന്നത് ഇയാളൊന്നും മിണ്ടില്ലല്ലോ. എടാ തെന്മലയാണ് എങ്ങനെയാണ് എടുത്തു
അതിലെടുത്ത് ഓക്കെ ഓക്കെ ശബരി ചേട്ടനോട് ഇത് കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് ശബരി ചേട്ടൻ കറക്റ്റ് ഓക്കെ ഓക്കെ ബെസ്റ്റ് ഓഫ് താങ്ക് യു താങ്ക് യു അപ്പം താങ്ക് യു സുധീഷേ അങ്ങനെ വേണ്ട അതെ